എല്ലാവർക്കും ഫുട്ബോൾ ബബിൾസിലോട്ട് സ്വാഗതം. നമ്മുടെ ഡംബലിലെ 2025 ബാലൻഡോർ പുരസ്കാരം വിജയിച്ചിരിക്കുകയാണ്. ലമീൻ യമാലിനെ പുറന്തള്ളിയിട്ടാണ് അദ്ദേഹം ബാലൻഡോർ അവാർഡ് നേടിയിട്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് 5 കാര്യങ്ങളാണ് അദ്ദേഹത്തിന് വിന്നറാക്കാൻ കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെൽക്കം ടു ഫുട്ബോൾ ബബിൾസ്. പോയിന്റ് നമ്പർ 1, അദ്ദേഹത്തിന്റെ ആ ഒരു പിവറ്റൽ റോൾ. അദ്ദേഹം ഒരു മെസ്സിയുടെ പോലെയാണ് ആ PSG ടീമിലോട്ട് കയറിയത്. അദ്ദേഹമാണ് ആ ടീമിന്റെ ഒരു പിവറ്റൽ പൊസിഷൻ, ഒരു റോൾ ഏറ്റെടുത്തത്. ലൂയിസ് എൻട്രിക്കെ എന്ന കോച്ച് കാരണം അദ്ദേഹം വിങ്ങിൽ നിന്നും സെന്ററിലോട്ട് മാറി അദ്ദേഹത്തിന്റെ ആ ഡ്രിബിളിങ്ങും ആ സ്കിൽസും എല്ലാം കളി നിയന്ത്രിച്ച് ടീം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. PSG ടീമിന് വേണ്ടിയിട്ട് വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ഡെമ്പലിലെ, അതായത് ഫുൾ ഫിറ്റ് ആയിട്ടുള്ള ഒരു ഡെമ്പലിനെയാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടത്. ആ ഒരു ടീമിന്റെ ഒരു മെയിൻ പിവറ്റ് ആയിരുന്നു നമ്പർ 1 പോയിന്റ്. നമ്പർ 2 പോയിന്റ്, ലീഗ 1 ടോപ്പ് സ്കോറർ ആയിരുന്നു ഡെമ്പല്. അപ്പോൾ കഴിഞ്ഞ വർഷം ഡെമ്പലിലെ ടീമിനെ അസിസ്റ്റ് ചെയ്യുക മാത്രമല്ല ഒരുപാട് ഗോളുകളും അടിച്ചിട്ടുണ്ട്. അപ്പോൾ 21 ഗോളും അടിച്ച് അദ്ദേഹം ടോപ്പ് സ്കോറർ ആണ് ലീഗ 1. നമ്പർ 3, യൂറോപ്യൻ ഗെയിംസിൽ, അതായത് UCL അതുപോലെ തന്നെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട കളികളിലെല്ലാം ഡെമ്പല്ലയുടെ സാന്നിധ്യം വളരെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ എന്നുള്ള യൂറോപ്പിലെ ടോപ്പ് ടീംസിനെതിരെ അദ്ദേഹം ഗോൾ അടിച്ചു. നമ്മൾക്കറിയാലോ, ഒരു ബാലൻഡോർ എന്ന് പറഞ്ഞാൽ 70% അത് ജനപ്രീതിയാണ്. ജനപ്രീതി എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാ മാച്ചുകളൊന്നും എല്ലാവരും കാണണമെന്നില്ല, അല്ലേ? അപ്പൊ ആൾക്കാർ കാണുന്നതെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കളികളും പ്രധാനപ്പെട്ട മാച്ചുകളും, അതായത് സെമി ഫൈനൽസ്, ക്വാർട്ടർ ഫൈനൽ, ഇപ്പോഴൊക്കെ ആൾക്കാർക്ക് ജനപ്രീതിയുള്ള, അതായത് ഒരു കളികൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഡെമ്പല്ലേ തിളങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് തന്നെ ഡെമ്പല്ലേ ഭയങ്കര വിസിബിൾ ആയിരുന്നു ഈ ഒരു വർഷം. പോയിന്റ് നമ്പർ 4, അൺമാച്ച്ഡ് അറ്റാക്കിംഗ് ഇമ്പാക്ട് ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ ഡെമ്പല് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു, അതെല്ലാം PSG ഗോളായിട്ട് അവസാനിച്ചിട്ടുണ്ട്. ആ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻഷ്യൽ പ്ലെയർ ആയിട്ട് ഡെമ്പലിലെ ആ ടീമിൽ ഉയർന്നു വന്നത്. 5ാമത്തെ പോയിന്റ്, ഇമോഷണൽ നെറേറ്റീവ്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഏതൊരാൾക്കും ഒരു അവാർഡ് ജയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു ഇമോഷണൽ സ്റ്റോറിയും കൂടെ വേണം. ഒരു ആളോട് ഒരു ഇഷ്ടം തോന്നും. അതിന് ആ ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചില ഇമോഷണൽ ആയിട്ടുള്ള ചില അറ്റാച്ച്മെന്റുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സ്ട്രൈക്കർ ഗോൾ അടിച്ചു, അപ്പൊ നമ്മൾ എന്ന് പറയും. നേരെ മറിച്ച് സ്ട്രൈക്കർ ഷൂട്ട് ചെയ്തിട്ട് ആ പോസ്റ്റ് ബാർ തട്ടിയിട്ട് ബോൾ പുറത്തുപോയി, നമ്മൾ ഏതായിരിക്കും കൂടുതൽ ആഘോഷിച്ചിട്ടുണ്ടാവുക? ആ പോസ്റ്റ് ബാറിൽ തട്ടിയായിരിക്കും കൂടുതൽ നമുക്ക് ആവേശം തന്നിട്ടുണ്ടാവുക. കറക്റ്റ് അല്ലേ? അവർ എന്റെ അമ്മോ, അത് ജസ്റ്റ് കയറിയില്ല എന്ന് പറയും. അപ്പൊ ഒരു ഗോൾ അടിക്കുന്നതിനെക്കാട്ട് ആവേശം നമുക്ക് ആ പോസ്റ്റ് ബാറിൽ തട്ടിപ്പോകും. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡെമ്പലയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ നല്ലൊരു ഇമോഷണൽ സ്റ്റോറി ഉണ്ട്. കാരണം ബാഴ്സലോണയിൽ നിന്നും PSG വരുമ്പോൾ യൂസ്ലെസ് പ്ലെയറെ എപ്പോഴും പരിക്ക് കാരണം കളിക്കുന്നില്ല, ഈ കളിച്ചാൽ തന്നെ ഒരു കളി നന്നായി കളിക്കും, അടുത്ത കളിയിൽ നന്നായിട്ട് കളിക്കുന്നില്ല, ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു പ്ലെയറെ, അതും 28 വയസ്സായി, അപ്പൊ ഇനിയിപ്പോ കരിയർ ഒന്നും ഇല്ല, അദ്ദേഹമാണ് ഈ ബാലൻഡോർ ജയിക്കുന്നത്. ഓൾമോസ്റ്റ് അവസാനമായ ഒരു കരിയറിനെ വരുന്ന ഒരു പാതയിലോട്ട് എത്തിയ ഒരു സ്റ്റോറി, അത് വളരെ ഒരു ടച്ചിങ് സ്റ്റോറിയാണ്. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണ്. അങ്ങനെ ഒരു ഇമോഷണൽ സ്റ്റോറിയും കൂടെ ടെമ്പലിലേക്ക് ഇത്തവണ ഹെൽപ്പ് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി കാണുന്നവരെ എല്ലാവർക്കും